അയ്യപ്പേട്ട ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് പ്രതിയാകില്ലെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം സ്വർണ്ണ ഇടപാടിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കിയതിന് തെളിവൊന്നും അന്വേഷണ സംഘം SITക്ക് ലഭിച്ചിട്ടില്ല, കണ്ടെത്താനായിട്ടില്ല. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഇനി ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് SIT നിലപാട്. എന്നാൽ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുക്കുമെന്നും മാധ്യമ വാർത്തകൾ പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിന് ആരായിരിക്കും ഇതിൽ കുടുങ്ങാൻ പോകുന്നത്? അല്ല, തന്ത്രി കണ്ഠരര് രാജീവരെ പ്രതിയാക്കില്ല എന്ന് പറയുമ്പോഴും മന്ത്രിയുമായി നേരത്തെ പരിചയം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്നു എന്ന് പത്മകുമാർ ഇതിൽ മൊഴി നൽകിയിട്ടുണ്ട്. പത്മകുമാറിൻ്റെ മൊഴിയിൽ കടകംപള്ളി സുരേന്ദ്രന് പിന്നെ ഈ പറയുന്ന രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് പത്മകുമാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധമുണ്ടെന്ന് പറയുന്നതിൽ SITക്ക് കടകംപള്ളിയെ ചോദ്യം ചെയ്യാനുള്ള രേഖകളില്ല. മനസ്സിലായില്ലേ? അതൊരു മെയിൻ ഘടകമാണ്. ആ അത്തരത്തിൽ രേഖകളില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ കടകംപള്ളിയെ ചോദ്യം ചെയ്യുമെന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ശബരിമല സ്വർണ്ണക്കേസിൽ തന്ത്രി ധാർമ്മികമായിട്ട് കടകംപള്ളിക്ക് ഒത്തിരി ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കടകംപള്ളി മറ്റേ മന്ത്രിയായിരുന്ന സമയത്താണല്ലോ ഈ ഇടപാട് നടക്കുന്നത്. പക്ഷേ അതിൽ ഈ പറയുന്ന രീതിയിൽ SITക്ക് ഈ സ്വർണ്ണ ഇടപാടിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടായി, ഈ കണ്ഠരര് രാജീവർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായതായി SITക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ, അതായത് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഇനി ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് തീരുമാനം. എന്നാൽ ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കും. ഇങ്ങനെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് മൊഴിയെടുക്കും. കാര്യം മന്ത്രിയുമായി നേരത്തെ പരിചയമുണ്ടെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതായി പത്മകുമാർ മൊഴി നൽകി എന്നാണ് വിവരം വരുന്നത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ, പക്ഷേ ഒരു രേഖയായിട്ടൊന്നും കടകംപള്ളി സുരേന്ദ്രൻ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തതായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ അതേസമയം ശ്രീകോവിലിൻ്റെ വാതിലിൻ്റെ സ്വർണം പൊതിഞ്ഞ കട്ടളപ്പാളികൾ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിന് 2019 മെയ് 18 തയ്യാറാക്കിയ മഹസറിൽ ഒപ്പുവെച്ചവരിൽ കണ്ഠരര് രാജീവരും ഉൾപ്പെടും. ഇത് ഇങ്ങനെ ഈ കട്ടളപ്പാളി മാറ്റണമെന്നും ഇത് അവിടെ നിന്ന് ഭഗവാന്റെ പിന്നെ ശ്രീകോവിലുള്ളതാണ് ഈ പറയുന്ന മുതൽ, അപ്പോൾ അത് കൊടുക്കുന്നതിന് ആരൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതിൽ കണ്ഠരര് രാജീവരും ഒപ്പിട്ടിട്ടുണ്ട് എന്നുള്ളത് തീർത്തും വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം കൂടെ ഒപ്പിട്ടത് ഈ വിവരം ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖകളിലും ഇടക്കാല ഉത്തരവിലുണ്ട്. സർക്കാർ ഈ പറയുന്ന അന്വേഷണ സംഘം ഇടയ്ക്ക് റിപ്പോർട്ട് കൊടുക്കണമല്ലോ, ആ റിപ്പോർട്ട് പിന്നെ ഈ പറയുന്ന ഹൈക്കോടതി കൊടുക്കുമ്പോൾ ആ ഇടക്കാല ഉത്തരവിൽ ഇത് പറയുന്നുണ്ട്, ഇദ്ദേഹം കൂടെ ഒപ്പിട്ടെന്ന്. ചെമ്പുപാളികൾ എന്ന് തെറ്റായി രേഖപ്പെടുത്തിയ കട്ടളയിൽ നിന്ന് 474.9 ഗ്രാം സ്വർണം നഷ്ടമായതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടെത്തിയിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾക്ക് ദേവൻ്റെ അനുജ്ഞ കൈമാറുന്നത് മാത്രമാണ് ഉണ്ടായെന്നും തന്ത്രി നൽകുന്ന വിശദീകരണം. അതായത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ അവിടെ നിന്ന് മാറ്റണമെങ്കിൽ ശബരിമലയിൽ ഇരിക്കുന്ന ഭഗവാന്റെ ഒരു ആഗ്രഹപ്രകാരം ചെയ്യുന്നതായിട്ടാണ് ഈ തന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത്. തന്ത്രിയുടെ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പരമമായ അധികാരം എന്ന് പറയുന്നത് ഈ തന്ത്രി ഉൾപ്പെടുന്ന അവരുടെ കുടുംബത്തിനാണ്. ശബരിമലയിൽ അവരുടെ കുടുംബത്തിനാണ്, ഈ തന്ത്രി കുടുംബത്തിനാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ കൺസേൺ ഒപ്പ് ഇതിൽ വാങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ്. ഏതായാലും കട്ടളപ്പാളിയുടെ മഹസറിൽ തന്ത്രിയും അന്നത്തെ മേൽശാന്തി VN വാസവൻ നമ്പൂതിരി, ഉദ്യോഗസ്ഥരായ മുരാരി ബാബു, D ജയകുമാർ, R ശങ്കരനാരായണൻ, K സുലിൻകുമാർ, CR ബിജുമോൻ, ജീവനക്കാരനായ S ജയകുമാർ, PJ രതീഷ്, VM കുമാർ എന്നിവരാണ് ഒപ്പിട്ടിട്ടുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്നാണ് തന്ത്രിയുടെ മൊഴിയെങ്കിലും അതുകൊണ്ട് മാത്രം തന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്താനാവില്ല എന്ന് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. 2019 ജൂൺ 17 സ്വർണം പൂശി നൽകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകിയത്. ഇതിൽ തന്ത്രിയുടെ അഭിപ്രായവും കുറിപ്പായി വാങ്ങിയിരുന്നു. അന്ന് തന്നെ തന്ത്രിയുടെ കുറിപ്പും ചേർത്ത് മുരാരി ബാബു എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാറിന് അപേക്ഷ നൽകി. ശില്പപ്പാളികൾ ചെമ്പ് തകിടാണെന്ന് രേഖപ്പെടുത്തിയ മുരാരി ബാബുവാണ് തന്ത്രിയുടെ കുറിപ്പിൽ ശില്പപ്പാളിയിൽ സ്വർണം കുറഞ്ഞത് ചെമ്പ് തകിടുകൾ തെളിഞ്ഞതിനാൽ സ്വർണം പൂശാൻ അനുവദിക്കണം എന്ന് എഴുതിയത് ഈ പറയുന്ന മുരാരി ബാബുവാണ്. എന്നാൽ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു തന്ത്രിയുടെ കുറിപ്പ് അവഗണിച്ചാണ് ചെമ്പുപാളികൾ എന്ന് മാത്രമാക്കി രേഖപ്പെടുത്തിയത്. തന്ത്രിയുടെ കുറിപ്പ് അവഗണിച്ചാണ് നവീകരണത്തിനായി ശില്പപ്പാളി കൊണ്ടുപോയത്. പാളി പുറത്തു കൊണ്ടുപോകാൻ തന്ത്രി അനുമതി നൽകിയിരുന്നില്ല. അപ്പോൾ അതാണ് ഒരു മെയിൻ പോയിന്റായിട്ട് പറയുന്നത്. പുറത്തു കൊണ്ടുപോയി ചേരും. കാര്യം അവിടുത്തെ ശബരിമലയിലെ അയ്യപ്പൻ്റെ വസ്തുക്കളായിട്ടുള്ള ഏത് സാധനവും പുറത്തു കൊണ്ടുപോകുന്നതിന് മഹസർ എഴുതണം, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അത് അവിടെ വെച്ച് ചെയ്യാവുള്ളൂ എന്നുണ്ട്. അപ്പോൾ ഏതായാലും
ഈ വിഷയത്തിൽ കണ്ഠര് രാജീവരെ പ്രതിയാക്കാൻ കഴിയില്ല. അപ്പോൾ ദൈവതുല്യരായിട്ടുള്ളവർ ഉണ്ട് എന്ന് പത്മകുമാർ പറയുമ്പോൾ അത് ആരെയാണ് അദ്ദേഹം തുല്യരായി കണ്ടത് എന്ന ചോദ്യം ഉണ്ടായപ്പോൾ പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ തന്ത്രിയും കൂടെ അറിഞ്ഞുകൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. തന്ത്രിമാർ രണ്ടുപേരെയും അവരുടെ കുടുംബത്തിലെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തന്ത്രിമാരെയൊക്കെ തന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ദൈവതുല്യൻ ആര് എന്ന ചോദ്യം പിന്നെയും ഉണ്ടാകും. പറഞ്ഞു പഠിപ്പിച്ച വിട്ട രീതിയിലാണ് ഇപ്പോൾ പത്മകുമാർ പോയി അവിടെ SITയുടെ മുന്നിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എത്ര നാൾ ഇങ്ങനെ പത്മകുമാറിന് പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളതൊരു ചോദ്യമാകും. അപ്പോൾ സർക്കാർ കൂടെ അറിഞ്ഞുകൊണ്ടാണ് താൻ ഈ പ്രവൃത്തി ചെയ്തത്, അല്ലെങ്കിൽ ഈ കട്ടളപ്പാളി അവിടെ നിന്ന് ഇളക്കി മാറ്റിയത്, ശില്പത്തിലുണ്ടായിരുന്ന പൊതിഞ്ഞിരുന്ന സ്വർണം ആ പാളി അങ്ങനെ ആ കാര്യങ്ങൾ മാറ്റിയത്, ഇതെല്ലാം പറയുമ്പോഴും തുടക്കത്തിൽ പറഞ്ഞ സ്റ്റാൻഡിൽ നിന്ന് മാറി ഈ പറയുന്ന പോറ്റിയിലേക്ക് തിരിച്ചു വിടാനുള്ള തന്ത്രപൂർവമായ ശ്രമം നടക്കുമോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഈ നിമിഷം വരെയും അങ്ങനെ ഒരു തീരുമാനം SIT എടുത്തിട്ടില്ല. അദ്ദേഹത്തിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. കണ്ഠര് രാജീവരെ. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇത് എന്തായിത്തീരും. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഒരു മന്ത്രി അറിയാതെ ഈ കാര്യങ്ങൾ നടക്കില്ല എന്നും, പിന്നെ അതുപോലെ ഇപ്പോഴും ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ട്, ഒരു രാഷ്ട്രീയമായ ഉത്തരവാദിത്വമുണ്ട്. സർക്കാരിനുണ്ട്. ഒരു രാഷ്ട്രീയമായ ഉത്തരവാദിത്വത്തിൽ നിന്നും ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൽ നിന്നും സർക്കാർ ഒഴിവാൻ പറ്റില്ല. പിണറായി വിജയനും ഒഴിവാൻ പറ്റില്ല. കാര്യം ഈ പറയുന്ന ദേവസ്വം പ്രസിഡന്റായിട്ട് പിണറായി വിജയൻ അടങ്ങുന്ന മന്ത്രിസഭയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടെ അറിഞ്ഞുകൊണ്ടാണ് പത്മകുമാറിനെ ദേവസ്വം പ്രസിഡന്റ് ആക്കുന്നത്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രന് ഉത്തരവാദിത്തമുണ്ട് എന്നുണ്ടെങ്കിൽ അത് അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ബഹുമാനപ്പെട്ട പിണറായി വിജയനും അതിൽ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈയൊഴിഞ്ഞു പോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് കടകംപള്ളിയെ ചോദ്യം ചെയ്യും എന്ന് പറയുമ്പോഴും കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അന്നത്തെ സർക്കാരിൻ്റെ ഒരു മന്ത്രിയെയാണ് ചോദ്യം ചെയ്യുന്നത്. അത് പിണറായിക്കും കൂടെ ബാധിക്കുന്നതാണ്. പിണറായിക്ക് കൂടെ ബാധകമായതുകൊണ്ട് തന്നെ ഇനിയുള്ള അങ്ങോട്ടുള്ള പോക്ക് സർക്കാരിന്, അതായത് പിണറായിയുടെ മുന്നോട്ടുള്ള ഭാവി, അതായത് രാഷ്ട്രീയ ഭാവി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയേണ്ടി വരും. കാര്യം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം എടുത്തിട്ട് ഈ സ്വർണ്ണക്കൊള്ളയെ മൂടി വയ്ക്കാനായിട്ട് അവർ ശ്രമിക്കുന്ന അവസരത്തിൽ ഈ കൂടുതൽ തെളിവുകൾ തേടി SIT പോവുകയാണെങ്കിൽ കോടതിയുടെ നിരീക്ഷണത്തിലുള്ളത് കൊണ്ട് തന്നെ ഇത് അന്നത്തെ സർക്കാർ ഇന്നത്തെ സർക്കാർ ഒന്നായതുകൊണ്ട് തന്നെ CPMന് കൂടുതൽ കുരുക്കാകാനുള്ള സാധ്യത തന്നെയാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്.